ഈ ജർമ്മനി പോകാൻ വേണ്ടി നഴ്സസ് മജോറിറ്റി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കും. അപ്പം അനുഷയുടെ എക്സ്പീരിയൻസിൽ കുറേ നഴ്സസ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക, അതിന് ട്രൈ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല. അവർ കോമൺലി ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം അനുഷയോട് ഞാൻ ചോദിക്കാൻ കാര്യം, അനുഷ ഇവിടെ പഠിച്ചു, പാസ്സായി, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആസ് എ ഫാക്കൽറ്റി. അപ്പം കോമൺലി നഴ്സുമാർ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളൊക്കെ അനുഷ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും അത് ജർമ്മൻ അവർ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കോമൺലി അവർ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം ചിലരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. കാരണം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ 8 hours ഒക്കെയാണ് ഡ്യൂട്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പഠിക്കുക എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് അതിന് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പഠിച്ചു കഴിഞ്ഞ് 1 year എക്സ്പീരിയൻസ് ആക്കി പഠിക്കുന്നവരുണ്ട്. അത് ഇപ്പം ബാക്കിയുള്ള എക്സ്പീരിയൻസ് വേണ്ട കൺട്രിയിലേക്കാണ് അങ്ങനെ നോക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പം ജർമ്മനിയിൽ എക്സ്പീരിയൻസ് വേണ്ടാത്ത സ്ഥിതിക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്കതൊരു കണ്ടിന്യൂറ്റി, നമ്മൾ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പം നമുക്കതൊരു ബ്രേക്ക് വരാതെ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയി കിട്ടും.